നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ലേ ഈ ചേച്ചിക്ക് അമ്പലം മാത്രം കാണിക്കുള്ളൂ എന്ന്. എന്നാലും സാരമില്ല. അന്ന് ഞാനിന്ന് അമ്പലത്തിൽ പോയി. ഞായറാഴ്ച കാലത്ത് തന്നെ പോയതാട്ടോ. അപ്പോൾ പിള്ളേരൊന്നുമില്ല, ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. നമ്മുടെ കോയമ്പത്തൂർ സിത്താപുതൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോയത് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. ഫുള്ളും മലയാളികളാണ്. അവിടുത്തെ നമ്പൂതിരികളും പിന്നെ എല്ലാ പണിക്കാരും പിന്നെ അവിടെ തൊഴാൻ വരുന്ന ആൾക്കാരും ഒക്കെ മലയാളികളാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മലയാളികളും കാണാം. പരിചയക്കാരൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് തൊഴാൻ പോവാട്ടോ ഉള്ളിലേക്ക്. ഞാൻ എൻ്റെ മൂത്ത മോൻ ഇവിടെ തന്നെയാണ് എല്ലാതും ചോറ് കൊടുത്തേക്കുന്നതും എഴുത്തിലിരുത്തിയേക്കുന്നതും എല്ലാതും ഞാൻ ഇവിടെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട് നമുക്ക് എല്ലാ സാഹചര്യം ഒത്തു വരില്ലല്ലോ. അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ ടൈമിനെല്ലാം നമ്മളിവിടെ തന്നെയാണ് ചെയ്തത്. ചോറ് കൊടുത്തതും എഴുത്തിനിരുത്തിയതും രണ്ടാളെയും മൂത്താളെയും രണ്ടാമത്തെ ആളെയും എഴുത്തിനിരുത്തിയതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം നല്ലൊരു അമ്പലമാണ് കേട്ടോ. നമുക്ക് നാട്ടിൽ പോയി ഒരു ഫീൽ തന്നെ കിട്ടും അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഉള്ളിൽ കിടക്കാൻ പോകട്ടെ. പുറത്ത് തന്നെ നമുക്ക് ഗണപതിയും ഉണ്ട് ഹനുമാനും ഉണ്ട്. അപ്പോൾ അവരൊക്കെ തൊഴുത് നമ്മൾ ഉള്ളിൽ കിടന്നു. ഉള്ളിൽ എല്ലാ സ്വാമികളും ഉണ്ട് കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പനുണ്ട്, അയ്യപ്പനുണ്ട്, ശിവനുണ്ട്, മുരുകനുണ്ട്, ദേവിയുണ്ട്, പിന്നെ നവഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരെയും തൊഴുത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതു. തിരക്കുണ്ടായിരുന്നു, എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ തൊഴുതു. നമ്മളവിടെ വന്നിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ അമ്പലങ്ങളിൽ പെട്ടെന്ന് തന്നെ തൊഴുത് അപ്പം തന്നെ പോകാൻ പാടില്ലെന്ന് പറയും. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് ഒന്ന് ശാന്തമായിട്ട് തന്നെ വരുള്ളൂ. അപ്പം നമ്മൾ അവിടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക വെറുതെ. അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഉള്ളിലൊന്നും നമുക്ക് ദേവിയുടെ അടുത്ത് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അടുത്തൊന്നും നമ്മൾ പോയി എടുത്തില്ല. അപ്പോൾ അതൊക്കെ പുറമേ നിന്നുള്ള വീഡിയോ മാത്രം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാനിത് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, വെറുതെ ഇരുന്നതാട്ടോ. അത് കഴിഞ്ഞ് അപ്പം തന്നെ പോകുന്നു അവിടെ നിന്ന്. എന്താ വെച്ചാൽ കുട്ടികൾ വന്നില്ല, അവറ്റങ്ങ വന്നെങ്കിലും കൂടി നമുക്ക് കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അതിപ്പോൾ വീട്ടിലാക്കി വന്ന കാരണം എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. അപ്പോൾ അവരെ ഉറങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവർ ബ്രഷൊക്കെ ചെയ്ത് അവർ കഴിച്ചോളും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇല്ലെങ്കിലും ഒരു നേരമൊക്കെ മാനേജ് ചെയ്തോളും. അപ്പം ഞാൻ പോരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് പാലട പ്രഥമൻ. അപ്പം ഞാൻ അവന് കൊടുക്കാൻ വേണ്ടി മേടിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി. ഇപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു. വീട്ടിലൊന്നും ചെയ്തില്ല. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് പിന്നെ ഇത്തിരി നേരം വീട്ടിൽ വന്നേ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. നേരെ ഒരു ഹോട്ടലിൽ വന്നു. ഒക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടൊക്കെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. അപ്പോൾ ഞായറാഴ്ചകളിൽ മിക്കതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിലൊന്നും ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.